തന്ത്രശാസ്ത്ര സമ്പ്രദായം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുണ്ട്. ഞാൻ ആ കാറ്റഗറൈസ് ചെയ്ത് പറയല്ല, സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ തലത്തിൽ ജീവിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റേതായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, യുദ്ധത്തിന് പോകുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ ഭടൻ അല്ലെങ്കിൽ ആ യുദ്ധം ചെയ്യുന്ന ആൾ ഒരു സാത്വിക ഉപാസകനാണെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യും? സാധിക്കില്ല. സാത്വികമായിട്ട് നെയ്യ് മാത്രം കൂട്ടി പാൽപ്പായസം മാത്രം കഴിച്ച് ജീവിച്ച ഒരാൾ, ആ രീതിയിൽ മാത്രം സങ്കല്പമുള്ള ആൾ എങ്ങനെ യുദ്ധം ചെയ്യും? ചോര കണ്ട ഭയം. അപ്പോൾ അവിടെയാണ് വീരോപാസന ഒരു പ്രാധാന്യം. അപ്പോൾ നമ്മൾ കളരി ദേവതകളെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വീരോപാസനയ്ക്ക് ഈ നിർഭയത്വം എന്ന് പറയുന്ന ഭാവം വേണം. ആ നിർഭയത്വം ഉണ്ടാവണമെങ്കിൽ അതിനെല്ലാം ഈ രീതിയിൽ നമുക്ക് ബോധ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഉപാസനാ പദ്ധതികൾ തന്ത്രശാസ്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ജീവിതശൈലി, കർഷകരെ സംബന്ധിച്ച് കൃഷിയിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവണമെങ്കിൽ ആ കൃഷിയുമായി ബന്ധപ്പെട്ട ദേവനെ ആരാധിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഏതാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് തന്നെയാണ് ശാസ്ത്രം ഇതിനെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. എല്ലാ ദേവതയ്ക്കും എല്ലാ പദ്ധതിക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.